നമസ്കാരം. എന്തൊക്കെ ചെയ്തിട്ടും കോൺഗ്രസിന് അങ്ങോട്ട് നിലയുറപ്പിക്കാൻ പറ്റുന്നില്ലെന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ തന്നെ വ്യക്തമായതാണ്. ഇപ്പോൾ ഇതാ ഹരിയാനയിൽ കോൺഗ്രസിന്റെ വ്യാജ പ്രചരണങ്ങൾ വിലപ്പോവില്ലെന്ന് പറഞ്ഞ് സംസ്ഥാന മുഖ്യമന്ത്രിയും BJP നേതാവുമായ നായബ് സിംഗ് സൈനി രംഗത്തെത്തി. ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളുടെ ഗതി എന്താണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ ജനങ്ങൾ അവരുടെ വ്യാജ വാഗ്ദാനങ്ങളിൽ വീഴില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 5 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിൽ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ച അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ സർക്കാർ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അവകാശപ്പെട്ടു. നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ ജനങ്ങൾക്കിടയിൽ വലിയ ആവേശമാണ്. BJP മൂന്നാം തവണയും പൂർണ്ണ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കും. കൈതാൻ ജില്ലയിലെ നിവാലിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തതിനു ശേഷം സൈനി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതായിരുന്നു. അധികാരം പിടിക്കാൻ നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വരെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ലെന്നും കോൺഗ്രസിനെ ഉദ്ദേശിച്ചുകൊണ്ട് സൈനി പറഞ്ഞു. അയൽ സംസ്ഥാനമായ ഹിമാചലിന്റെ ഉദാഹരണം തന്നെ എടുക്കുക. യുവാക്കൾക്ക് പ്രതിവർഷം 1 ലക്ഷം തൊഴിലവസരങ്ങൾ, സ്ത്രീകൾക്ക് 1500 രൂപ എന്നൊക്കെയായിരുന്നു അവരുടെ വാഗ്ദാനങ്ങൾ. എന്നാൽ അവയൊക്കെ എന്തായി? അവർ ഈ വാഗ്ദാനങ്ങൾ പാലിച്ചോ? കോൺഗ്രസിന്റെ വ്യാജ വാഗ്ദാനങ്ങളുടെ ഭവിഷ്യത്തുകൾ ഹരിയാനയിലെ ജനങ്ങൾക്കറിയാം. അവരുടെ കള്ളത്തരം ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നില്ലെന്നും ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയും BJPയും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുകയെന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ അവകാശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ എന്ത് പറഞ്ഞാലും BJP മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. നേരത്തെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിലും ഇത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് കോൺഗ്രസുകാർ പറഞ്ഞിരുന്നു. എന്നിട്ട് അവർക്ക് എത്ര സീറ്റ് ലഭിച്ചു? ഹരിയാന ഫലങ്ങൾ അവരെ വീണ്ടും അത്ഭുതപ്പെടുത്തും. BJP വൻ വിജയം നേടും. തുല്യമായ വികസനമാണ് BJP സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതെന്നും അധികാരത്തിൽ തിരിച്ചെത്തിയാൽ വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കോൺഗ്രസിനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹരിയാനയിൽ BJP പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. കർഷകരെയും വനിതകളെയും യുവാക്കളെയും ഒരുപോലെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പത്രികയിൽ ഉണ്ടായിരുന്നത്. മുൻ അഗ്നിവീറുകൾക്ക് സ്ഥിരം ജോലി ഉറപ്പാക്കൽ, വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കൽ എന്നിങ്ങനെ ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത്. 20 വാഗ്ദാനങ്ങൾ അടങ്ങിയ ഒരു പരമ്പര തന്നെ BJP ജനങ്ങൾക്ക് മുൻപിലേക്ക് വച്ചിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യം, തൊഴിൽ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹരിയാനയിലെ ഭരണകക്ഷിയായ BJP ഇക്കുറി ഭരണം നിലനിർത്തുക തന്നെ ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയതെന്ന് വ്യക്തമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.